മലയാള സിനിമയുടെ ചരിത്രത്തിൽ പകരം വയ്ക്കാനില്ലാത്ത താരസിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട വ്യക്തിത്വമാണ് നടൻ മോഹൻലാൽ. 4 പതിറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന അഭിനയ ജീവിതത്തിനിടയിൽ നിരവധി കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം പ്രേക്ഷക മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി. എന്നാൽ വെള്ളിത്തിരയിൽ കാണുന്ന ഈ തുറന്ന ഭാവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വ്യക്തിപരമായ അഭിമുഖങ്ങളിലും പൊതുവേദികളിലും മോഹൻലാൽ അല്പം ഒഴിഞ്ഞുമാറി സംസാരിക്കുന്ന അല്ലെങ്കിൽ മനസ്സ് പൂർണ്ണമായി തുറക്കാത്ത ഒരു വ്യക്തിയാണോ എന്നൊരു ചോദ്യം പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. ഈ വിഷയമാണ് പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും അഭിനേത്രിയുമായ ഭാഗ്യലക്ഷ്മി അദ്ദേഹവുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ നേരിട്ടുന്നയിച്ചത്. ഭാഗ്യലക്ഷ്മിയുടെ നിരീക്ഷണങ്ങളും അതിനോടുള്ള മോഹൻലാലിന്റെ മറുപടിയും ഒരുപോലെ ശ്രദ്ധേയമാവുകയും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരിക്കുന്നു. പൊതുവെ അഭിമുഖങ്ങളിൽ താൻ ഇരിക്കുമ്പോൾ മോഹൻലാലിന്റെ ഭാഗത്ത് നിന്നും ഒരുതരം രക്ഷപ്പെടൽ മനോഭാവം കാണാറുണ്ടെന്നാണ് ഭാഗ്യലക്ഷ്മി തുറന്നു പറഞ്ഞത്. ഉത്തരം പറയാൻ എന്തോ ഒരു വിഷമമുള്ള പോലെ എന്നും ആ ഉത്തരം മനസ്സിലുണ്ടെങ്കിലും അത് പറയാത്തതുപോലെ തോന്നാറുണ്ട് എന്നും അവർ നിരീക്ഷിച്ചു. ഒരു വ്യക്തി എന്ന നിലയിൽ മോഹൻലാൽ തന്റെ ഉള്ളിലുള്ള ചിന്തകളോ കാഴ്ചപ്പാടുകളോ പൂർണ്ണമായും പുറത്തുവിടാൻ മടിക്കുന്നതായി തനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. കൂടാതെ അടുത്ത സുഹൃത്തുക്കളായ പ്രിയദർശൻ, സുരേഷ് കുമാർ തുടങ്ങിയവർ സമീപത്തുണ്ടെങ്കിൽ പോലും മോഹൻലാൽ അമിതമായ ഗൗരവം പുലർത്തുന്നുവെന്നും മനസ്സിൽ പിടിച്ചു സംസാരിക്കുന്നുവെന്നും ഭാഗ്യലക്ഷ്മി അഭിപ്രായപ്പെട്ടു. ഒരു വ്യക്തി എന്ന നിലയിൽ മോഹൻലാലിന്റെ ഈ സ്വഭാവം തന്നെ അത്ഭുതപ്പെടുത്താറുണ്ടെന്നും എത്ര ആലോചിച്ചിട്ടും അതിനൊരു കാരണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും അവർ സമ്മതിക്കുന്നുണ്ട്. ഈ ചോദ്യം ഒരു സാധാരണ ആരാധകന്റെ മനസ്സിൽ തോന്നാൻ സാധ്യതയുള്ള ഒരു സംശയം കൂടിയാണ്. ഭാഗ്യലക്ഷ്മിയുടെ നിരീക്ഷണങ്ങളോട് മോഹൻലാൽ പ്രതികരിച്ച രീതിയാണ് ഈ സംഭാഷണത്തെ കൂടുതൽ സവിശേഷമാക്കുന്നത്. വളരെ നിഷ്പക്ഷവും അതേസമയം ഒരു പൊതു വ്യക്തി എന്ന നിലയിലുള്ള തന്റെ ഉത്തരവാദിത്തത്തെ അടിവരയിടുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അഭിമുഖങ്ങളിൽ മനസ്സ് തുറക്കാത്തതിനെ കുറിച്ചുള്ള ഭാഗ്യലക്ഷ്മിയുടെ ചോദ്യത്തിന് ലാലേട്ടൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉത്തരം ഫീഡ് ചെയ്തിട്ടുണ്ടാകും, അത് ഞാൻ പറയണമെന്നില്ലല്ലോ. ഈ ഒറ്റ വാചകത്തിൽ തന്നെ അദ്ദേഹം തന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നുണ്ട്. അഭിമുഖം നടത്തുന്നയാൾക്ക് നടനെക്കുറിച്ച് മുൻവിധിയുടെയോ അല്ലെങ്കിൽ ഈ താരം ഇന്ന മറുപടി നൽകണമെന്ന ചിന്തയോടെയോ ആകാം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്നാൽ സ്വന്തം മനസ്സിലുള്ള കാര്യങ്ങൾ മാത്രം പൊതുവായി പങ്കുവെക്കുക എന്നതാണ് തന്റെ നിലപാടെന്ന് അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. മറ്റൊരാൾ പ്രതീക്ഷിക്കുന്ന നിലയിലുള്ള ഉത്തരങ്ങൾ നൽകാൻ താൻ ബാധ്യസ്ഥനല്ല എന്ന നിലപാടാണ് ഈ മറുപടിയിൽ വ്യക്തമാകുന്നത്. സുഹൃത്തുക്കൾക്കിടയിലും പൊതുവേദികളിലുമുള്ള ഗൗരവത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതിങ്ങനെ: നമ്മൾ ചോദിക്കുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഉത്തരം ഒരുപാട് ആളുകൾ കാണുന്നതല്ലേ. എന്താണ് ഞാൻ മണ്ടത്തരം പറയാനോ? ഇവിടെ ഒരു പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ തന്റെ വാക്കുകൾക്ക് വലിയ സ്വാധീനമുണ്ടെന്നും അത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ടെന്നും അദ്ദേഹം തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ അലക്ഷ്യമായോ അനാവശ്യമായോ സംസാരിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ചോദ്യത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഗൗരവമായ മറുപടികൾ നൽകുന്നു. അഭിമുഖം നല്ല സീരിയസ് ആയ വിഷയങ്ങളെ കുറിച്ചാണെങ്കിൽ ഗൗരവത്തിൽ സംസാരിക്കും. കുസൃതി നിറഞ്ഞ ചോദ്യങ്ങളാണ് വരുന്നതെങ്കിൽ അതേപോലെ മറുപടികൾ നൽകാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നു. തന്റെ തൊഴിലിനെ കുറിച്ചും അദ്ദേഹം അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട്. അഭിനയ ജീവിതത്തിൽ 35 വർഷം പിന്നിട്ട ഒരാളോട് നിങ്ങൾ എങ്ങനെയാണ് അഭിനയിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം പറയുന്നു. അഭിനയം എന്നത് യാന്ത്രികമായി വിശദീകരിക്കാൻ സാധിക്കാത്ത ഒരു പ്രക്രിയയാണെന്ന സൂചനയാണ് ഇതിലൂടെ അദ്ദേഹം നൽകുന്നത്. അതുപോലെ സിനിമയിലെയും നാടകവേദിയിലെയും പ്രകടന രീതിയിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. കുറെ ടേക്കുകൾ നമ്മൾ എടുക്കുമ്പോൾ അവർ പറയും സെക്കൻഡ് ടേക്കിൽ ചെയ്ത പോലെ ചെയ്യാൻ. പക്ഷേ എനിക്കത് അറിയില്ല. അഭിനയം പൂർണ്ണമായും ആ നിമിഷത്തിൽ സംഭവിക്കുന്നതാണെന്നും അത് മുൻകൂട്ടി പ്ലാൻ ചെയ്താൽ സ്വാഭാവികത നഷ്ടപ്പെടുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. പ്ലാൻ ചെയ്ത രീതിയിൽ മാറ്റം വരുമ്പോൾ അത് പ്രകടനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. സിനിമയും സ്റ്റേജും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും മോഹൻലാൽ പറയുന്നുണ്ട്. സ്റ്റേജിൽ പ്രകടനം നടത്താൻ തനിക്ക് ഇപ്പോഴും പേടിയുണ്ടെന്ന് അദ്ദേഹം തുറന്നു സമ്മതിക്കുന്നുണ്ട്. കാരണം അവിടെ കൂടുതൽ ശ്രദ്ധയും നിയന്ത്രണങ്ങളും ആവശ്യമാണ്. എന്നാൽ സിനിമയിൽ കൂടുതൽ സ്വാതന്ത്ര്യമുണ്ടെന്നും അതെല്ലാം ഒരു പ്രാക്ടീസ് പോലെയാണ് കാണുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വർഷത്തിൽ ഒരു സിനിമ മാത്രം ചെയ്ത് ഒതുങ്ങിക്കൂടാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും മോഹൻലാൽ പറയുന്നു. ഞാനൊരു നടനാണ്, എനിക്ക് പെർഫോം ചെയ്യണമെന്നാണ് ആഗ്രഹം. വർഷത്തിൽ ഒരു സിനിമ ചെയ്തിട്ട് കാര്യമില്ല. വാനപ്രസ്ഥം, പ്രണയം പോലുള്ള നല്ല സിനിമകൾ ചെയ്യുന്നതോടൊപ്പം മറ്റു ധാരാളം സിനിമകളും താൻ ചെയ്തിട്ടുണ്ട്. സിനിമകൾ മോശമായും നന്നായും വന്നുകൊണ്ടിരിക്കും. ഇതൊരു താൽക്കാലിക പ്രതിഭാസമല്ല, മറിച്ച് തന്റെ അഭിനയത്തിനുള്ള പ്രതിബദ്ധതയാണ് ഈ പ്രസ്താവനയിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത്. ചുരുക്കത്തിൽ മോഹൻലാലിന്റെ ഈ അഭിമുഖത്തിലെ സംഭാഷണങ്ങൾ ഒരു നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലുമുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് അടിവരയിടുന്നവയാണ്. പൊതു ഇടങ്ങളിൽ ആവശ്യമായ ഗൗരവവും നിയന്ത്രണവും പാലിക്കുന്നു. എന്നാൽ തന്റെ ജോലിയെക്കുറിച്ച് സത്യസന്ധമായ കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുന്നു. മറ്റൊരാൾ പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങൾ നൽകി തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ തനിക്ക് പറയാനുള്ളത് മാത്രം പറയുക എന്ന നിഷ്പക്ഷമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പക്വതയുടെയും പ്രൊഫഷണൽ സമീപനത്തിന്റെയും പ്രതിഫലനമാണ്.